കല്യാണയോഗം. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. നിനക്ക് പോകണമെന്നുണ്ടോ ആദി? ഒട്ടും താല്പര്യമില്ല അവരുടെ കൂടെ പോവാൻ. ചോദിക്കുമ്പോൾ ആ ഇഷ്ടക്കേട് അവനിൽ തെളിഞ്ഞു നിന്നിരുന്നു. അവന്റെ മനസ്സറിഞ്ഞ പോലെ ഇല്ലാന്ന് മൂളി ആദി തലയാട്ടുമ്പോൾ വീരുവിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞിരുന്നു. മുഖമുയർത്തി അവളുടെ കവിളിൽ നിന്ന് അമർത്തിമുത്തി അവൻ ഒന്നുകൂടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് ഇക്കിളിയെടുത്തുന്ന പോലെ ആദ്യമൊന്ന് പിടഞ്ഞതേ വീരു അപ്പോഴേക്കും കൈ പോരാഞ്ഞ് കാലുകൂടെ അവളുടെ മേത്തേക്കിട്ട് ലോക്കാക്കി മുറുക്കെ കെട്ടിപ്പിടിച്ചിരുന്നു. ആദ്യമൊക്കെ പെണ്ണിന് ഇതൊരു ശ്വാസം മുട്ടലായിരുന്നെങ്കിലും ഇപ്പം അത് ശീലമായി. ടോപ്പിനുള്ളിലൂടെ ഉള്ളിലേക്ക് അടക്കുന്ന വിരലുകളെ അവൾ ശാസനയോടെ പിടിച്ചു വെച്ചതും കഴുത്തിൽ അവന്റെ പല്ലും ആഴ്ന്നിരുന്നു. നോവിൽ അവൾ എരിവലിച്ചത് അവൻ അവിടെ ഒന്ന് നുണഞ്ഞെടുത്തു. ഇങ്ങനെ ഓരോ ഒച്ച വെച്ചെന്നെ വശം കെടുത്താതടി. നാളെ വരെങ്കിലും ഞാനൊന്ന് പിടിച്ചു നിന്നോട്ടെ. ചുണ്ടുകൾക്കിടയിലിട്ട് അവൻ പിറുപിറുത്ത കൊണ്ട് തന്നെ ആദ്യം മര്യാദക്ക് അത് കേട്ടുമില്ല. എന്തോന്ന്? അവന്റെ മുഖം ബലമായി അവൾ പൊക്കിയതും കൃത്യം ചുണ്ടിൽ തന്നെ ഒരു മുത്തുക കൂടെ കിട്ടി. കിതച്ചുകൊണ്ട് അകന്നു മാറിയ നിമിഷം വീരു കുറുകിക്കൊണ്ട് കഴുത്തിടിക്കൽ തന്നെ മുഖം ഒളിപ്പിച്ചു വെച്ചു. പിന്നെയും ഓരോന്ന് പറഞ്ഞ് അവനെ പ്രലോഭിപ്പിക്കാതെ ആദ്യം അടങ്ങിക്കിടന്ന് കണ്ണുകൾ അടച്ചതും ഇടുപ്പിലറിഞ്ഞ നോവിൽ അവൾ ഞെട്ടി കണ്ണു തുറന്നു. എന്താണ് നിനക്ക്? നീ ഉറങ്ങല്ലേ? നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. കുറുമ്പോടെ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ പെണ്ണിന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോഴാ ചെക്കൻ്റെ കൊഞ്ചല്. അല്ലെങ്കിൽ അവൻ്റെ പണ്ട് മുതലെയുള്ള ശീലാണല്ലോ അവന് ഉറക്കം വന്നില്ലെങ്കിൽ ആരെയും ഉറക്കാത്തത്. ആദ്യം കണ്ണു തിരുമ്മി ചെക്കനെ തുറിച്ച് നോക്കി. ഉണ്ട കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കാതെ ആദി. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞ് ഉറങ്ങിക്കോ. ചിരിയോടെ അവൻ പറഞ്ഞതേ ചോദിച്ച് തുലയ്ക്കുന്ന പോലെ ആദ്യം അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്കെന്താ ഗോവയിൽ പോകാൻ ഇഷ്ടമില്ലാത്തേ? അതിനവിടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. നിനക്കും ഇഷ്ടമല്ലല്ലോ? ഇല്ല, അവരുടെ കൂടെ പോകുന്നുണ്ട് മാത്രം. ഗൗതം അവൻ്റെ ക്യാരക്ടർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. വല്ലാത്തൊരു നെഗറ്റീവാ അവൻ അടുത്ത് വരുമ്പോൾ. ചില നേരത്തെ നിനക്ക് നേരെ വരുന്ന അവൻ്റെ നോട്ടങ്ങളും. വീരു കണ്ണുകൾ ഇറുകെ അടച്ചെന്ന് തുറന്നു. ആദിക്ക് നേരെ നോക്കുന്ന അവൻ്റെ മിഴികൾ മനസ്സിൽ തെളിഞ്ഞു വന്നു. അവ ചൂഴ്ന്നെടുക്കാനുള്ള കലി വീരുവിൽ നിറഞ്ഞു. അതേ ദേഷ്യത്തോടെ കണ്ണു തുറന്നു നോക്കി വീരു കാണുന്ന കണ്ണും പൂട്ടി ഉറങ്ങുന്നവളെയാണ്. ഒരു നിമിഷം കൊണ്ട് അവൻ്റെ ദേഷ്യമൊക്കെ ആവിയായി പോയി. ഈ പെണ്ണ് ഇതിനെയൊക്കെ കൊണ്ട് എങ്ങനെ എൻ്റെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനാണ് നാളെ? മുകളിലേക്ക് നോക്കി മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീര് ചുണ്ടും പുലർത്തി അവളെ നോക്കി കിടന്നു. നിന്നെ എണീപ്പിക്കാനുള്ള വിദ്യക്ക് എനിക്ക് അറിയാഞ്ഞിട്ടല്ല മോളെ. ഇന്നൂടെയല്ലേ എൻ്റെ കൊച്ചിനിങ്ങനെ ഉറങ്ങാൻ പറ്റൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ മോളെ അങ്ങ് വിട്ടേക്കുക. അവളുടെ കാതിലായി പതിയെ മന്ത്രിച്ച് അവിടെ ഒരു മുത്തം കൂടെ കൊടുത്ത് അവനും കണ്ണും പൂട്ടിയിരുന്നു. നല്ല ദേഷ്യത്തോടെ തന്നെയാണ് ഗൗതം തിരികെ വണ്ടി ഓടിച്ചത്. അവൻ സമ്മതിക്കുമെന്ന് വിചാരിച്ചതാണ്. ഒരു ഗോവൻ ട്രിപ്പ് ആരും അങ്ങനെ മിസ് ചെയ്യില്ലല്ലോ. പക്ഷേ ഇനി ആകെ ഒരു പ്രതീക്ഷ ശ്രീധരനാണ്. അയാൾ ഒന്നുകൂടെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മുവിന് പിന്നെ വലിയ കുലുക്കൊന്നുമില്ല. അതിലുപരി അവർ വരാത്തിലെ ചെറിയൊരു സന്തോഷവുമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഹണിമൂണിനൊക്കെ അവർ വരേണ്ട ആവശ്യം എന്താ? കപ്പിൾസ് അല്ലേ ഹണിമൂണിന് പോവുക. അന്നൊരു പ്രോഗ്രാമിന്റെ ഭാഗമായി ചെന്നൈയിലേക്ക് പോയി എന്ന് വെച്ച് അതൊക്കെ ഒരു ഹണിമൂൺ ആവൂ? എന്റെയും ഗൗതമിന്റെയും ജീവിതം കണ്ട് അസൂയപ്പെടാനല്ലാതെ ചേച്ചിക്ക് ഒരു സന്തോഷവും ഉണ്ടാവില്ല. ഗൗതമിനെ പോലെ റൊമാൻറ്റിക്കാൻ വീരുവെട്ടിന് ഒരിക്കലും പറ്റില്ല. പ്രേമിച്ച് നടന്നിരുന്നപ്പോൾ തൻ്റെ കയ്യിൽ പോലും മര്യാദക്ക് പിടിക്കാത്ത ആളിപ്പോ ചേച്ചിയായിട്ട് ഗോവയിൽ വന്ന് എന്ത് കാട്ടാന്? തന്നോട് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആദ്യം വീരു തമ്മിൽ ഇപ്പോഴും അകൽച്ചയിലാണ് തന്നെയാണ് അമ്മുവിന്റെ മനസ്സിൽ. കൂടെ അവർ ഗോവയിലേക്ക് വരുന്നില്ലെന്ന് കേട്ടതും അവൾ വീണ്ടും ഹാപ്പി. ഉള്ളിൽ ഊറി ചിരിച്ചുണ്ടാകുമ്പോ പുറത്തേക്ക് നോക്കിയിരുന്നു. നിങ്ങളിനി എപ്പോഴാണ് ഇറങ്ങുന്നത്? ദേ ഇപ്പം ഇറങ്ങും. എന്നാലും സമയത്തിനങ്ങ് എത്താൻ പറ്റൂ. ഓ, അപ്പോൾ താമസം എങ്ങനെയാ? സെറ്റായോ അത്? പിന്നെ അതൊക്കെ 2 ദിവസം മുന്നേ ഞാൻ റെഡിയാക്കിയല്ലോ. ചിരിയോടെ വീരു പറഞ്ഞു നിർത്തിയതും പെട്ടെന്ന് ബോധം വന്ന പോലെ അവൻ ഞെട്ടി മിഥുനെ നോക്കി. അളിയൻ കണ്ടുപിടിച്ചാ? ഒരു ഇളിയോട് അവൻ ചോദിച്ചത് വീരുവിന്റെ മുഖം കണ്ട് അവനും പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. ഗുരുവായൂർ പോവാതിരിക്കാൻ ആദ്യോട് പറഞ്ഞ അതേ കള്ളം തന്നെയാണ് വീട്ടിലവൻ പൊട്ടിച്ചത്. പ്രോഗ്രാമിന്റെ പേരും പറഞ്ഞ് മുങ്ങുമ്പോൾ ആദ്യം തങ്ങൾക്കൊപ്പം കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചെങ്കിലും വീരു സമ്മതിക്കില്ലല്ലോ. അപ്പോൾ തന്നെ മിഥുനൊരു ഡൗട്ട് അടിച്ചിരുന്നു. ഒന്ന് എറിഞ്ഞു നോക്കിയപ്പോൾ അത് കൺഫേം ആയി. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണ് അവരെല്ലാം ഗുരുവായൂർക്ക് പോകാൻ ഇറങ്ങിയത്. എന്നാൽ ഇവന്റെ പ്രോഗ്രാമിന്റെ പേര് പറഞ്ഞ് ഇവളെന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞിപ്പാറുവിന് ആദിയുടെ കയ്യിൽ നിന്നെടുത്ത് മടിയിലേക്ക് വെക്കുമ്പോൾ അവൾ വീരുവിന്റെ അടുത്ത് നിൽക്കുന്നുള്ള ഇഷ്ടക്കേട് മൊത്തം വർഷയുടെ വാക്കുകളിൽ തെളിഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം ആളിയും ബാംഗ്ലൂർ ബിസിനസ് ആവശ്യത്തിന് പോയപ്പോ ഈ 2 പൊടിക്കുഞ്ഞുങ്ങളെയും കെട്ടിപ്പെറുക്കി നീയും പോയല്ലോ. ഒപ്പം അതെന്തിനാണ് ചോദിക്കാൻ ഞങ്ങൾ വന്നില്ലല്ലോ. അതുകൊണ്ട് ഈ ചോദ്യം ഇങ്ങോട്ട് വേണ്ട. എൻ്റെ ഭാര്യ എവിടെ നിൽക്കണം തൽക്കാലം ഞാൻ തീരുമാനിച്ചോളാം. മറ്റൊരാൾക്കും പറയാനൊരു അവസരം കൊടുക്കാതെ വീരുവിന്റെ വായിൽ നിന്ന് അതിനുള്ള മറുപടി കിട്ടിയതേ വർഷയുടെ മുഖം അത്രത്തോളം വീർത്തിരുന്നു. മാളുവും ഇതിനും ചിരി അടക്കി പിടിച്ച് അവളെ നോക്കി. അപ്പോഴേക്കും കാരണമായി റെഡിയായി ഇറങ്ങി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പെങ്കോന്തൻ
തന്റെ അമർഷാവൾ ചുണ്ടുകൾക്കിടയിലിട്ട് തന്നെ പിറുപിറുത്തടക്കി. അവരുടെ കാർ അകന്നു പോകുന്ന നോക്കി വീരുവാദി മുറ്റത്ത് തന്നെ നിന്നു. ഇനിയിപ്പോൾ നാളെ വൈകുന്നേരത്തോടെ അവരെ പ്രതീക്ഷിച്ചാൽ മതി. അവരുടെ കാർ അകന്നു പോകുന്ന നോക്കി വീരുവാദി മുറ്റത്ത് തന്നെ നിന്നു. പാട്ടുമൂളി ചെക്കൻ അകത്തേക്ക് കയറിയതും ആദ്യം അവന് പുറകെ പോയി. ഇപ്പൊ പോകണം നമുക്ക്. നിന്റെ പ്രോഗ്രാം എപ്പോഴാ? പ്രോഗ്രാം നൈറ്റാണ്, പക്ഷെ നമുക്ക് വേഗം ഇറങ്ങാം. എന്നാലും കറക്റ്റ് ടൈമിൽ അങ്ങ് എത്താൻ പറ്റൂ. പറച്ചിലിനൊപ്പം കൊണ്ടുപോകാനുള്ള ബാഗ് എടുത്തു വരുന്നവനെ കണ്ട് ആദിയുടെ മുഖത്ത് സംശയം നിറഞ്ഞു. ഇതെന്താ ഇതില്? ഡ്രസ്സ്. അതെന്തിനാ? നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ? ആ, ഇന്നവിടെ നിന്നിട്ടേ നാളെ വൈകുന്നേരത്തേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അത്രയും വലിയ പ്രോഗ്രാമാണോ? പിന്നില്ലാണ്ട് നമ്മുടെ ലൈഫിലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രോഗ്രാം. കള്ളച്ചിരിയോടെ പറഞ്ഞു നിർത്തി അവൻ ബാഗൊക്കെ കാറിലേക്ക് വെച്ചു. എന്ത്? ആദ്യ കിളി പോയ മട്ടിൽ അവനെ നോക്കി. കുന്തം നേരെ വൈകാണ്ടിങ്ങ് ഇറങ്ങി പെണ്ണേ. അവളെയും പിടിച്ചിറക്കി വാതിലും പൂട്ടി വീര് കാറിനടുത്തേക്ക് തന്നെ നടന്നു. അവരൊക്കെ അപ്പൊ എങ്ങനെയാ വരിക? ആര്? കാറ് മുന്നോട്ടെടുത്തത് ആദിയുടെ ചോദ്യം കേട്ട് വീര് നെറ്റി വിളിച്ചു. നിന്റെ ഫ്രണ്ട്സ് അല്ലാണ്ടാരാ? ഓ, അവര് നേരിട്ട് തന്നെ എത്തിക്കോളും. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ഡ്രൈവിംഗിലേക്ക് ശ്രദ്ധ കൊടുത്തത്. അപ്പോഴും തീരാത്ത സംശയങ്ങളുമായി ഉലയുന്ന മനസ്സോടെ ആദ്യം പുറത്തേക്ക് നോക്കിയിരുന്നു. പ്രോഗ്രാം എന്ന് പറഞ്ഞല്ലാതെ എവിടെയാണെന്നോ എന്താണെന്നോ ഇതുവരെ ചെക്കൻ വിട്ട് പറഞ്ഞിട്ടില്ല. അതിലുപരി എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ പ്രാക്ടീസും മറ്റു കാര്യങ്ങളുമായിട്ട് അജുവിന്റെ ഫ്ലാറ്റിലേക്ക് ഒരു 100 പ്രാവശ്യം ഓടുന്നതാണ്. ഈ പ്രാവശ്യം അങ്ങനെ പോകുന്നതും കണ്ടില്ല. ആലോചിക്കുമ്പോൾ എവിടേക്കോ എന്തൊക്കെയോ തകരാറ് പോലെ. ആദ്യം തലചരിച്ച് അവനെ നോക്കിയതും എപ്പോഴത്തെയും പോലെയല്ല, അത്രയും സന്തോഷം അവൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. കാറിൽ വെച്ചിരിക്കുന്ന പാട്ടിനൊപ്പം മൂളി വളരെ ആസ്വദിച്ചാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത്. ശരിക്കും അത്രയും വലിയ ഈവൻ്റ് ആയിരിക്കും ഇത്. ആദ്യം തിരിഞ്ഞ് ബാക്ക് സീറ്റിലിരിക്കുന്ന ബാഗിലേക്ക് നോക്കി. ഏതൊക്കെ ഡ്രസ്സാണ് അവൻ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നത്? ചിന്തിച്ചവൾ നിർത്തിയപ്പോഴാണ് നാളത്തെ ലീവിൻ്റെ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. ഞാൻ ലീവിൻ്റെ കാര്യമല്ലേ? നിന്റെ ലീവ് ആപ്ലിക്കേഷൻ ഞാൻ നേരത്തെ മെയിൽ ചെയ്തിട്ടുണ്ട്. ചിരിയോടാവൻ പറഞ്ഞതും ആദ്യം അവനെ നോക്കിയൊന്ന് കണ്ണുരുട്ടി. അന്നത്തെ ലീവ് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഒരു ലീവ് കിട്ടാൻ അവർക്ക് വലിയ പ്രയാസമില്ല. എത്ര മണിക്കാണ് പ്രോഗ്രാം? 10 മണിക്ക്. അതെന്താ ഇത്ര വൈകി? നൈറ്റ് പാർട്ടിയല്ലേ വേണ്ടേ? ഇതിപ്പോൾ എവിടെയാ സ്ഥലം ശരിക്കും? അങ്ങോട്ടല്ലേ പോകുന്നത്, എത്തുമ്പോൾ അറിയാലോ. ചിരിയോടാവൻ പറഞ്ഞെടുത്തുമ്പോൾ പെണ്ണിന്റെ മുഖം ഒന്നുകൂടെ വീർത്തു. കൈയെത്തിച്ച് അവളുടെ കവിളിൽ നിന്ന് നുള്ളിവിട്ടത് ആദ്യം ആ കൈ ദേഷ്യത്തിൽ തട്ടിമാറ്റിയിരുന്നു. പെണങ്ങല്ലേ ആദി, ഒരു 1.5 മണിക്കൂർ കൂടി നീ ഒന്ന് ക്ഷമിക്കുക. കണ്ണിറുക്കി ചിരിയോടെ പറയുന്നവനെ മനസ്സിലാവാതെ ആദി വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്ക് മിഴിനീട്ടി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ പിടിച്ചെടുത്താൻ നോക്കിയിട്ട് അവളുടെ കണ്ണുകൾ തനിയെ അടഞ്ഞു. അവളോട് എന്തോ ചോദിക്കാനായി മുഖം ചരിച്ച വീര് കാണുന്നത് സീറ്റിലേക്ക് ചാരിയിരുന്ന് മയങ്ങുന്നവളെയാണ്. ഈ ഉറക്ക പിശാചിനെ കൊണ്ട്. അവളെ തട്ടി വിളിക്കാൻ അവൻ കൈയുയർത്തിയെങ്കിലും എന്തോ ഓർമ്മയില്ലാതെ പിൻവലിച്ചു. ചുണ്ടിൽ നിറച്ച കള്ളച്ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവൻ പാട്ടിന്റെ വോളി ഒന്നുകൂടെ കൂട്ടിവെച്ചു. കയ്യിലേറ്റ നേരിയ ചൂടിൽ ആദ്യം ഞെട്ടി എഴുന്നേറ്റു. ഒരു ചായയും പിടിച്ച് മുന്നിൽ നിൽക്കുന്നവനെ അവൾ മിഴിഞ്ഞ കണ്ണാലെ നോക്കി. എന്തൊരു ഉറക്കാണ് വേണ്ടേ, എന്നാ കുടിക്ക്, ആ ക്ഷീണമൊക്കെ മാറട്ടെ. കണ്ണൊന്ന് ചിമ്മി വീര് ചായ അവൾക്ക് നേരെ നീട്ടിയതും ആദ്യത്തെ പകപ്പ് മാറി ആദ്യം ചുറ്റുമൊന്ന് നോക്കി. ഏതോ ഒരു ചായക്കടയുടെ മുന്നിൽ അവൻ കാറ് നിർത്തിയിട്ടിരിക്കുകയാണ്. ഏതാണോ ഈ സ്ഥലം? എവിടെയെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നറിയാൻ ആദ്യം ചുറ്റും നോക്കിയെങ്കിലും കണ്ടില്ല. വീരുവിനോട് ചോദിച്ചാൽ അവൻ വാതുറന്നൊന്നും പറയില്ലല്ലോ. ചായ കുടി കഴിഞ്ഞ് അവർ വീണ്ടും യാത്ര തുടർന്നു. വീരു, എനിക്കൊരു ഐസ്ക്രീം അയച്ചാടാ. ട്രാഫിക് സിഗ്നലിൽ നിന്ന് ആ സമയം കുറച്ച് മാറി കാണുന്ന ഐസ്ക്രീം ബാറിലേക്ക് നോക്കി കൊതിയോടെ പറഞ്ഞവളെ അവൻ തെല്ലൊരു കൗതുകത്തോടെ നോക്കി. വേറൊന്നുമില്ല, അവനായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്തു കൊടുക്കുകയോ അല്ലാതെ അവളായിട്ട് എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുന്ന വിരളമാണ്. പക്ഷേ ഇപ്പോൾ വീര് ചിരിയോടെ ആദിയുടെ ഫേവറേറ്റ് കോൺ ടോപ്പ് വാങ്ങി അവളുടെ കയ്യിൽ വെച്ച് കൊടുത്തു. പതിയെ അത് കടിച്ച് നുണയുന്നവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ അവൻ കാറിലേക്ക് കയറി. പാട്ട് പാടാൻ പോകുന്നതാണല്ലോ, അതുകൊണ്ട് അവനൊടുക്കാൻ ആദ്യം മെനക്കെട്ടില്ല. അല്ലെങ്കിൽ ഐസ്ക്രീം അവനത്ര പ്രിയമല്ല, പക്ഷേ തനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ കോൺ ടോപ്പ് ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നാൻ. ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ആദ്യം ഇടം കണ്ണിട്ട് തലചരിച്ച് നോക്കിയ നിമിഷം തന്നെ കണ്ണിമോട്ടാ നോക്കിയിരിക്കുന്നവനെ കണ്ടൊന്നും പതറാതിരുന്നില്ല. കുത്തിക്കയറുന്നവന്റെ നോട്ടത്തിൽ കവിളണകൾ ചുവന്ന് കയറുന്ന ആദ്യം സ്വയമേ അറിഞ്ഞു. അല്ലെങ്കിൽ ഈടായിട്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇവന്റെ ഓരോ നോട്ടത്തിലും പിടുത്തത്തിലും തനിക്കുണ്ടാവുന്ന മാറ്റങ്ങളെ മറക്കാനേ കഴിയുന്നില്ല. അതിലുപരി താനും എന്തൊക്കെയോ അവനിൽ നിന്ന് ആഗ്രഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വായിൽ വെച്ചിരുന്ന കോണം പെട്ടെന്നെടുത്ത് ആദ്യം കണ്ണു ചുരുക്കി. വേണോ നിനക്ക്? കുറുമ്പോടെയുള്ള പെണ്ണിന്റെ ചോദ്യത്തിൽ അവനൊന്ന് ചുണ്ടടിച്ചു. വേണം, ഞാൻ എടുത്തോളാം. പറച്ചിലിനൊപ്പം താഴ്ന്നു വന്നവന്റെ മുഖം അവളുടെ ചുണ്ടിൽ പറ്റിയിരുന്ന ഐസ്ക്രീം നാവിനാൽ നുണഞ്ഞെടുത്ത് പിന്മാറിയിരുന്നു. കിളി പോയിരിക്കുന്ന പെണ്ണിനെ നോക്കി ചിരിയടക്കി വീര് കാറെടുത്തു. ഇനി നിന്നാൽ എത്താൻ വൈകും, പോയിട്ട് ഒരുപാട് പരിപാടി ഉണ്ടല്ലോ. വൈകുന്നേരം 6 മണിയോട് അടുപ്പിച്ചാണ് അവരവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയത്. ഗ്രീൻ ട്രീ റിസോർട്ട്, ആതിരപ്പള്ളി.
മുന്നിൽ കാണുന്ന ബോർഡിലേക്കും വീരുവിന്റെ മുഖത്തേക്കും ആദ്യം മാറി മാറി നോക്കി. ഇവിടെയാണോ പ്രോഗ്രാം? അവന്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും കിട്ടിയില്ല. വീരു, അത് എവിടെയാണ് പ്രോഗ്രാം? എൻ്റെ അല്ല, നമ്മുടെ. വി ആർ ഇൻ ഹണിമൂൺ ബേബ്. കള്ളിച്ചിരിയോടെ പറഞ്ഞു നിർത്തി അവൻ കാറിൽ നിന്നിറങ്ങുമ്പോൾ കേട്ടതിൻ്റെ ഈ കാണുന്നതിൻ്റെയും പകപ്പിൽ നിന്ന് ആദ്യം എപ്പോഴും പുറത്തു വന്നിരുന്നില്ല. ഗ്രീൻ ട്രീ റിസോർട്ട് ആതിരപ്പള്ളി വാട്ടർഫാൾസ് എത്തുന്നതിന് ഒരു 4 കിലോമീറ്റർ മുന്നേ ആയി റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു 4 സ്റ്റാർ റിസോർട്ടാണിത്. പേര് പോലെ തന്നെ ഫുള്ളി ഒരു ഗ്രീനിഷ് ടച്ചുള്ള മനോഹരമായ റിസോർട്ട്, ശരിക്കും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നു. കാറിൽ തന്നെ ഇരിക്കുന്നവൾ വീരുവാണ് പിടിച്ചിറക്കിയത്. വീരു, എന്താണ് ഇതൊക്കെ? ബാഗും എടുത്ത് അകത്തേക്ക് കയറാൻ തുടങ്ങി അവന്റെ കയ്യിൽ അവൾ പിടിച്ചു വലിച്ചു. ചേടാ, അതല്ലേ എന്റെ ആദ്യം പറഞ്ഞ് ഹണിമൂൺ. ആരുടെ? നിന്റെ അമ്മയുടെ നായരുടെ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇങ്ങോട്ട് നടക്കു വേണേ. ഒരു സർപ്രൈസ് കൊടുത്ത ഇങ്ങനെ കിളിവോ മനുഷ്യരുടെ? പെരുവിരുത്തോണ്ട് അവളെയും വലിച്ച് അവർ റിസപ്ഷനിലേക്ക് നടന്നു. ആദ്യം മുഖം വീർപ്പിച്ച് അവനെ നോക്കിയെങ്കിലും ചുറ്റുമുള്ള കാഴ്ചകളിലേക്ക് പെണ്ണിന്റെ കണ്ണുകൾ പോവാൻ അധികം സമയമെടുത്തില്ല. റൂമൊക്കെ നേരത്തെ ബുക്ക്ഡാണ്. ആകെ 14 കോട്ടേജുകളാണ് ഇവിടെയുള്ളത്. 3 സെക്ഷനുകളായാണ് റൂംസ്. ലക്ഷറി വില്ല, സുപ്പീരിയർ വില്ല ആൻഡ് ഹണിമൂൺ വില്ല. അതിൽ ഏറ്റവും സ്പെഷ്യൽ ഹണിമൂൺ വില്ല. അത് തന്നെയാണ് അവർക്കായി ബുക്ക് ചെയ്തിരിക്കുന്നത്. റിസോർട്ടിന്റെ റൂഫ് ടോപ്പിലാണ് ഹണിമൂൺ വില്ല. ആകെ റൂമേ അവിടെയുള്ളൂ. മറ്റു റൂമുകളിലും തികച്ചും പ്രൈവറ്റ് ആയിട്ടാണ് ഹണിമൂൺ വില്ലയുള്ളത്. കൂടാതെ പ്രൈവറ്റ് പൂൾ കൂടി അതിനുണ്ട്. റിസപ്ഷനിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് അവർ നേരെ റൂമിലേക്ക് വിട്ടു. കൗതുകത്തോടെ ചുറ്റും പായുന്ന ആദിയുടെ മിഴികളിലെ സന്തോഷം വീരു അറിഞ്ഞെങ്കിലും താൻ പറ്റിച്ചുകൊണ്ടുവന്നുള്ള പരിഭവ ആ മുഖത്ത് ആവോളമുണ്ടെന്ന് അവന് പിടികിട്ടി. അതൊക്കെ മാറ്റിയെടുക്കാനുള്ള വഴികളൊക്കെ അറിയാവുന്നതുകൊണ്ട് ചുണ്ടിൽ നിറഞ്ഞ ചിരിയോടെ അവളുടെ കൈയും പിടിച്ച് അവർ റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ സിറ്റിംഗ് ഏരിയ ആണ്. ഉള്ളിലേക്ക് കയറിയത് 2 പേരുടെയും മുഖം ഒരുപോലെ വിടർന്നു. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷൻ തീമാണ് മുറി. കർട്ടൻസും മുറിയിലെ അറേഞ്ച്മെന്റ്സുകളെല്ലാം മനോഹരം. ഏറ്റവും മുകളിലായതുകൊണ്ട് തന്നെ അവിടുത്തെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. പാറവെട്ടി ഉണ്ടാക്കിയ കുളവും അതിലേക്ക് നാച്ചുറലായിട്ട് ഒഴുകി വീഴുന്ന ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടവുമാണ് റിസോർട്ടിന്റെ ഹൈലൈറ്റ്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നേരിട്ട് അവിടേക്ക് തന്നെയാണ്. നോക്കി നിന്ന് കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നാത്തത്ര മനോഹരമായ ഒന്ന്. വീരു റൂം ബോയെ പറഞ്ഞു വിട്ട് തിരിഞ്ഞപ്പോഴേക്കും ആദ്യ ബാൽക്കണിയിൽ സ്ഥാനം പിടിച്ചിരുന്നു. തൊടണ്ട നീ എന്നെ, എന്തൊക്കെ നുണയാണ് ഇത്രയും നേരം കൊണ്ട് എന്നോട് നീ പറഞ്ഞു? കള്ളൻ, തെമ്മാടി, വിട്ട് എന്നെ. പിന്നിലൂടെ ചുറ്റി പിടിച്ചവന്റെ കൈ വിടുവിക്കാൻ നോക്കി ആദ്യം ഒന്ന് തുള്ളി. എന്ത് കള്ളം? ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അതും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന്. ഇതിലെവിടെയാണ് എൻ്റെ പെണ്ണെ കള്ളം? ആദ്യ ദേഷ്യത്തിൽ അവനെ തിരിഞ്ഞു നോക്കിയതും അവിടെ കവിളിൽ തന്നെ ചെക്കൻ്റെ കടി വീണിരുന്നു. ചുമ്മാ ഇങ്ങനെ മുഖം വീർപ്പിക്കല്ലേ. നോക്കി, എവിടേക്ക് ഇഷ്ടമാണ് എൻ്റെ പെണ്ണിന്? എന്തേ, നീ ഇത് വാങ്ങിക്കാൻ പോകുന്നുണ്ടോ? ദേഷ്യം മാറാതെ ചുണ്ടുകൂർപ്പിച്ച് അവൾ ചോദിച്ചു കഴിഞ്ഞില്ല. ഇടുപ്പിൽ കിട്ടിയെന്നുള്ളിൽ ആദ്യം പിടഞ്ഞു പോയിരുന്നു. തർക്കുത്തരം പറഞ്ഞിട്ടല്ലേ? ഇത്രയും റൊമാൻറ്റിക് ആയിട്ടൊരു പ്ലേസ് ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചിട്ട് നിനക്കൊന്നും പറയാനില്ല അല്ലേ? റെയിലിംഗിലേക്ക് പെണ്ണിനെ ചേർത്ത് നിർത്തി അവന്റെ മുഖം ഒന്നുകൂടെ അവളിലേക്ക് താഴ്ന്നു. അവന്റെ മുഖത്തേക്ക് നോക്കിയില്ലെങ്കിലും കോർപ്പിച്ചു വെച്ച ചുണ്ടിന് യാതൊരു മയവും വന്നിട്ടില്ല. നൊന്തോ? കുറുമ്പോടെയുള്ള ചോദ്യത്തിനൊപ്പം ഇടുപ്പിൽ നിന്ന് സാരി മാറുന്നു നുള്ളിയിടത്ത് തന്നെ അവൻ ഒഴിയുന്നൊക്കെ അറിഞ്ഞിട്ടും ആദ്യം അനങ്ങിയില്ല. പൂർണ്ണമായി അവന്റെ കരങ്ങൾ വയറിനെ പൊതിഞ്ഞ നിമിഷം അവൾ പിടച്ചിലോടെ തല ഉയർത്തി. ഇനിയും നോവിക്കും ഞാൻ. അവന്റെ ശ്വാസം ചുണ്ടിൽ തട്ടിപ്പോയതും ആദ്യം മുഖം വെട്ടിച്ചു. ആ നിമിഷം തന്നെ കഴുത്തിലെ നീല ഞരമ്പിൽ അവന്റെ പല്ലൊന്ന് ആഴ്ന്നിരുന്നു. എരിവൊലിച്ച ആദ്യം ഉയർന്ന നിമിഷം വീരു അവളെയും തിരിച്ചു പൊക്കി മുറിയിലേക്ക് കയറി. ഫ്രഷായി വാ, ഇനി നിന്നാൽ ശരിയാവില്ല. അവളെ താഴെ നിർത്തി വീരു ബാഗ് തുറന്നുകൊണ്ട് അതിൽ നിന്നൊരു സാരി എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഒരു ബ്ലാക്ക് കളർ സാരി അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പെണ്ണിന്റെ കണ്ണിൽ സംശയം നിറഞ്ഞു. ഇതൊക്കെ എടുത്തിപ്പോ എവിടേക്കാണ്? നോ മോർ ക്വസ്റ്റ്യൻസ്. കുറച്ച് സമയം കൂടെ എല്ലാം എൻ്റെ പെണ്ണിന് പെട്ടെന്ന് മനസ്സിലായിക്കോളും. കുറുമ്പോട് അവൻ പറഞ്ഞിരുത്തുമ്പോൾ ആദിയുടെ മുഖത്തും ആകാംക്ഷയായിരുന്നു. ആദി ഫ്രഷായി ഇറങ്ങുമ്പോൾ വീരു ബാൽക്കണിയിൽ ഏതോ ഫോൺ കോളിലാണ്. അവന്റെ മുന്നിൽ ഇത്തിരി ചാടാണിച്ചെങ്കിൽ റിസോർട്ട് ഈ അറ്റ്മോസ്ഫിയറിൽ ആദിക്ക് നല്ലപോലെ പിടിച്ചിരുന്നു. ആ ഒരു സന്തോഷം എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും പെണ്ണിന്റെ മുഖത്ത് തെളിഞ്ഞു തന്നെ ഇരുന്നു. ബെഡിൽ കിടന്ന സാരി കയ്യിലെടുക്കാൻ നേരമാണ് വീരു അകത്തേക്ക് കയറി വരുന്നത്. അവളെ നോക്കിയൊന്ന് കണ്ണിച്ചിമി ചിരിച്ച് അവൻ വാഷ്റൂമിലേക്ക് നടന്നു. എന്തോന്ന് മറന്ന പോലെ പെട്ടെന്ന് തിരിഞ്ഞവൻ ആദിയുടെ മുടിയിൽ കെട്ടിയ ടവൽ വലിച്ചെടുക്കുന്നതിനൊപ്പം തന്നെ അപ്പോൾ തോന്നിയ കുസൃതിയിൽ പെണ്ണിന്റെ ബാത്റൂമിന്റെ കെട്ടിലും പിടിച്ചു വലിച്ചിരുന്നു. ഇരുവശത്തേക്കും ഊർന്നുപോയ ബാത്റൂം പെട്ടെന്ന് പിടിച്ചിടുന്നതിനോടൊപ്പം അവൾ നലറി കൂവിയത് ഞാനൊന്നും കണ്ടില്ലേ എന്ന് അലർച്ച വാഷ്റൂമിൽ നിന്ന് ഉയർന്നു. വീരു കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ആദി സാരി ഉടുത്തിരുന്നു. ചെറുതായി സ്റ്റോൺ വർക്കോട് കൂടിയ ജോർജറ്റിന്റെ മനോഹരമായ സാരി, സ്ലീവ്ലെസ് ബ്ലൗസാണ്, അതും കറക്റ്റ് പാകം. ഇതൊക്കെ എപ്പാവും വായിച്ച നാദിക്ക് യാതൊരുവിധ പിടിയുമില്ല. ഒറ്റ പ്ലീറ്റിലാണ് സാരി കുത്തിയിരിക്കുന്നത്. ബ്ലാക്ക് സാരി ആയതുകൊണ്ടാണ് പെണ്ണിന്റെ നിറം ഒന്നുകൂടി കൂടിയ പോലെ. വീരുവിന്റെ മിഴികൾ അവളെ ആകെ ഒന്ന് ഒഴിഞ്ഞു.
സ്ലീവ്ലെസ് ആണെങ്കിലും ഇപ്പുറത്തെ കൈ സാരി മറച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കൈ അവിടെ അഴിഞ്ഞു കിടക്കുന്ന മുടിയും മറച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്റ്റോണിന്റെ പൊട്ടും കണ്ണിൽ ചെറുതായി എഴുതിയിരിക്കുന്ന കൺമഷി. ഒരുക്കം പൂർത്തിയായ പോലെ ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയവളെന്ന് നോക്കി വീരും ഡ്രസ്സ് മാറി. ഓഫ് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് അവന്റെ വേഷം. മുടിയൊന്ന് സെറ്റാക്കിയപ്പോഴേക്ക് ആദ്യം അകത്തേക്ക് എത്തിയിരുന്നു. താഴേക്ക് പോവാ, ചിരിയോടെ പറയുന്നതിനെ നോക്കി അവളും തലയാട്ടി. നൈറ്റിൽ ലൈറ്റ് അറേഞ്ച്മെന്റ്സിൽ റിസോർട്ടിന്റെ ഭംഗി ഒന്നുകൂടെ കൂടിയതുപോലെ ആദിക്ക് തോന്നി. താഴെ റെസ്റ്റോറൻറ്റിലേക്ക് അവർ പോയി. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സീ ഫുഡ് ഐറ്റംസ് ആണ് വീര് ഓർഡർ ചെയ്ത്. ആദിക്കും അതുതന്നെയാണ് പ്രിയം. എല്ലാം ആസ്വദിച്ച് കഴിക്കുന്നവളെ കണ്ട അവൻ്റെ മുഖവും വിടർന്നിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവർ നേരെ പോയത് വെള്ളച്ചാട്ടത്തിന് അരികിലേക്കാണ്. അവിടെ ഇരിക്കാനായി സെറ്റ് ചെയ്തിരുന്ന സിംഗിലിരുന്ന് ആടുന്നവളെ നോക്കി വീരു ചിരിയോട് അങ്ങോട്ട് നടന്നു. മോളെ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ, സഹകരിച്ചേക്കണേ. ദൈവമേ, നിന്നോടും കൂടിയാ, മിന്നിച്ചേക്കണേ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.